ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോഴും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. നമ്മൾ എന്തെല്ലാം കണ്ടു? ഫോം കണ്ടു. അത് കഴിഞ്ഞിട്ട് അത് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്, അതായത് സബ്ജക്റ്റ് അനുസരിച്ച് മാറും. രണ്ട് ഫോംസ് ഉണ്ട്, ഒന്ന് എസ് ഉള്ള ഫോം, ഒന്ന് എസ് ഇല്ലാത്ത ഫോം. അത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഐ തേർഡ് പേഴ്സൺ സിംഗുലർ ഒഴിച്ച് ഉള്ള എല്ലായിടത്തും എസ് ഇല്ലാത്ത ഫോം. തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ എസ് ഉള്ള ഫോം അല്ലേ? അതൊക്കെ നമ്മൾ കണ്ടു. എസ് ഉള്ള ക്വസ്റ്റ്യൻ നെഗറ്റീവ് കണ്ടു. നെഗറ്റീവ് നമുക്ക് വേണ്ടതെല്ലാം ഡു ഇൻസേർട്ട് ചെയ്യണം. അതുപോലെ എസ് ഉള്ള ക്വസ്റ്റ്യനും ഡു ഇൻസേർട്ട് ചെയ്യണം. അതുപോലെ WH ക്വസ്റ്റ്യനും ഡു ഇൻസേർട്ട് ചെയ്യണം. അത് എസ് ഉള്ള ഫോം ആണെങ്കിൽ ഡസ് ആകും, എസ് ഇല്ലാത്തതാണെങ്കിൽ ഡു ആകും. ഇതൊക്കെ നമ്മൾ എല്ലാം കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് പാസീവ് വോയിസ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ പാസീവ് വോയിസ് എങ്ങനെയാണ്? പാസീവ് വോയിസിൻ്റെ ഫോർമുല അല്ലെങ്കിൽ അത് ജനറേറ്റ് ചെയ്യുന്നത് പ്രസൻറ്റ് ഫോംസ് ഓഫ് ടു ബി, അതായത് ഈസ്, ആം, ആർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ ഗിവൺ വെർബ്. ഇപ്പോൾ അത് ഈ സെൻറ്റൻസ് എക്സാമ്പിൾ കാണാൻ ഗിവൺ വെർബ് അല്ല, തന്നിരിക്കുന്ന ക്രിയ എന്ന് പറയുന്നത് ലവ് ആണ് അല്ലേ? അതാണ്. അപ്പം തന്നിരിക്കുന്ന ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നിങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും പഠിച്ചിരിക്കുന്നത് V3 വെർബ് 3, മൂന്നാമത്തെ ഫോം ഓഫ് ദ വെർബ് അങ്ങനെയായിരിക്കും. വെർബിൻ്റെ മൂന്നാമത്തെ ഫോം അങ്ങനെയായിരിക്കും നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് ഓർത്താൽ മതി. ഞാൻ തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞു പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ പാസ്റ്റ് പാർട്ടിസിപ്പിളൊക്കെ എന്നാണെന്നൊക്കെ നമ്മൾ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സംശയമുള്ളവർ ജസ്റ്റ് പുറകോട്ട് നോക്കുക, അപ്പോൾ അത് ഒന്നുകൂടെ ക്ലിയർ ആവും. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ING ചേർക്കുന്നു. പാസ്റ്റ് പാർട്ടിസിപ്പിളിന് ഒരു 90% ക്രിയകൾക്കും ED ചേർക്കുന്നു. ഒരു 10% ക്രിയകളെ പ്രത്യേകം പഠിക്കണം. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പാസീവ് സകർമ്മക ക്രിയകൾക്കേ ഉള്ളൂ, അകർമ്മക ക്രിയകൾക്കില്ല. അതായത് ഇംഗ്ലീഷിൽ പറയും ട്രാൻസിറ്റീവ് വെർബ്. ഇതൊക്കെ നമ്മൾ അധികം പറയുന്നതാണ്, ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്ന മാത്രമേ ഉള്ളൂ. ട്രാൻസിറ്റീവ് വെർബ് സകർമ്മക ക്രിയ, അതായത് കർമ്മം, ക്രിയയ്ക്ക് ശേഷം കർമ്മം വരുന്ന ക്രിയകൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ ദ കൗ ഈറ്റ്സ് ഗ്രാസ്. ദ കൗ എന്നുള്ളത് സബ്ജക്റ്റാണ്, ഈറ്റ്സ് എന്നുള്ളത് വെർബാണ്, ഗ്രാസ് എന്നുള്ളത് ഓബ്ജക്റ്റാണ്. എന്ന് വെച്ചാൽ ഈറ്റ്സ് എന്നുള്ള ക്രിയ ഒരു ഓബ്ജക്റ്റ് എടുക്കുന്നുണ്ട്. ഓബ്ജക്റ്റ് എടുക്കുന്നതുകൊണ്ട് ആ ക്രിയ നമ്മൾ സകർമ്മക ക്രിയ അല്ലെങ്കിൽ ട്രാൻസിറ്റീവ് വെർബ് TRANSITIVE വെർബ് എന്ന് പറയും. അപ്പം സകർമ്മക ക്രിയകൾക്ക് മാത്രമേ പാസീവ് ഉള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പാസീവിൻ്റെ ജനറൽ റൂൾസൊക്കെ അറിയാമല്ലോ. സബ്ജക്റ്റ് ബൈ ചേർത്ത് ഓബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് എഴുതും, ഓബ്ജക്റ്റിനെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് എഴുതുന്നു. ഇത്രയേ ഉള്ളൂ പ്രധാനമായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ളത്. എക്സാമ്പിൾ കാണുമ്പോഴേ ഗോഡ് ലവ്സ് യു, യു ആർ ലവ്ഡ്, യു ആർ ലവ്ഡ് ബൈ ഗോഡ്. ഗോഡ് ലവ്സ് ഹിം, ഹീ ഈസ് ലവ്ഡ് ബൈ ഗോഡ്. ഗോഡ് ലവ്സ് മീ, ഐ ആം ലവ്ഡ് ബൈ ഗോഡ്. കണ്ടോ, സബ്ജക്റ്റും ഒബ്ജക്റ്റും പൊസിഷൻ മാറുന്നുണ്ട്. അപ്പോൾ സബ്ജക്റ്റിൻ്റെ കൂടെ ഒരു ബൈയും കൂടെ ചേർത്തുള്ളൂ. നമ്മൾ നോക്കുമ്പോൾ അറിയാം തന്നിരിക്കുന്ന ക്രിയ ലവ്, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലവ്ഡ്. പിന്നെ ടു ബി, ഈ സാമാർ, അതിൻ്റെ സബ്ജക്റ്റ് അനുസരിച്ച് മനസ്സിലാകും. അപ്പം സബ്ജക്റ്റ് ഇത് നമ്മൾ ഒത്തിരി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, സിംഗുലർ, പ്ലൂറലൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ ഉപദ്രവിക്കുന്നത് ശരിയല്ലെന്ന് വിചാരിച്ചുകൊണ്ട് അത് പറയുന്നില്ല. ഓക്കെ, ആൻഡ് ഓൾസോ ഹിയർ മനസ്സിലായല്ലോ. ഗോഡ് ലവ്സ് യു, യു എന്നുള്ളതാണ് ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റ് എന്നുള്ളത് ഇവിടെ ആദ്യം വരുന്നു യു. പിന്നെ ടു ബിയുടെ ഫോം യു ആയതുകൊണ്ട് ആർ. തന്നിരിക്കുന്ന ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ED. അപ്പം യു ആർ ലവ്ഡ്, ഒരു ബൈ ചേർക്കുക, എന്നിട്ട് ബൈ ഗോഡ്. ഗോഡാണുള്ള സബ്ജക്റ്റ്, മനസ്സിലായില്ല. അതുപോലെ രണ്ടാമത്തെ സെൻറ്റൻസിനൊക്കെ ഇവിടെ അത് ഞാൻ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഞാൻ പറയാം, കാരണം ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട്. ഹി പ്ലേസ് ഫുട്ബോൾ. അപ്പം ഫുട്ബോൾ ഈസ് played
by him. മൂന്നാമത് നോക്കിയേ, Tom moves the rock. The rock is moved, M-O-V-E-D, moved by Tom. The cow eats grass. നേരത്തെ ഞാൻ പറഞ്ഞത്, grass is eaten. Past participle eaten, past participle eaten. Eaten by the cow. The man carries the burden. The burden is carried by the man. The burden is third person singular. And last sentence in today was, people enjoy the film. The film is enjoyed by the people. By people. മനസ്സിലായില്ലേ? അപ്പം സബ്ജക്റ്റ് എടുത്ത് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് എഴുതുക, അതിന് തൊട്ട് മുമ്പ് ഒരു ബൈ ചേർക്കണം. ഓബ്ജക്റ്റ് സബ്ജക്റ്റ് സ്ഥാനത്ത് എഴുതുക. ടു ബിയുടെ ഏതെങ്കിലും ഒരു പ്രസൻറ്റ് ഫോം അത് തീരുമാനിക്കുന്നത് ഈ പുതിയ സബ്ജക്റ്റാണ്. പുതിയ സബ്ജക്റ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ അങ്ങനെയൊക്കെയാണെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ വരും. പിന്നെ ഈ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ പിന്നെ നമ്മൾ തന്നിരിക്കുന്ന ക്രിയയുടെ പാസ്റ്റ് പാർട്സ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്. ഇത് ഓർക്കുന്നുണ്ടോ? പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ പ്രസൻറ്റ്. സപ്പോസ് ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെന്നിരിക്കട്ടെ, ഗോഡ് ഈസ് ലവിങ് യു, പാസീവ് എന്നായിരിക്കും. യു ആർ ബീയിങ് ലവ്ഡ് ബൈ ഗോഡ്. എങ്ങനെ നോക്കിയാലും ഒരു പാസീവിനകത്ത് ബിയുടെ ഒരു ഫോം കാണും, അതുപോലെ പാസ്റ്റ് പാർട്ടിസിപ്പിളും കാണും. ഒരു പാസീവ് അവസാനിക്കുന്ന എപ്പോഴും ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിളിലായിരിക്കും, അല്ലെങ്കിൽ V3 എന്ന് പറയുന്ന വെർബിൻ്റെ ഫോമിലായിരിക്കും. ഒരു ഏതെങ്കിലും ടു ബിയുടെ ഒരു ഫോം എവിടെയെങ്കിലും കാണും. അതിന് മുന്നോട്ട് പോകുമ്പോഴും നമുക്കറിയാൻ സാധിക്കും ടു ബിയുടെ ഒരു ഫോം ഇല്ലാതെ പാസീവ് വോയിസ് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ടു ബിയുടെ ഒരു ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സോ സാധാരണ ജനറലായിട്ട് ഇങ്ങനെ പറയാറുണ്ട്, വാട്ട് ഇസ് പാസീവ് ടു ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എന്നാലും എനിക്ക് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. അതല്ല കണ്ടിന്യൂസ് ടെൻസ് വരുമ്പോഴത്തേക്കും ബീയിങ് കൂടെ ചേരുന്നു. ഇനി അടുത്ത ടെൻസിലേക്ക് പോകുമ്പം അത് പെർഫെക്റ്റ് ടെൻസാണ്. അപ്പം അത് ചെറിയൊരു മാറ്റം അത്രേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഷുവറാണ് എന്നതാണ്, അതായത് ഒരു പാസീവിനകത്ത് ടു ബിയുടെ ഒരു ഫോമും തന്നിരിക്കുന്ന വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ സിമ്പിളായിട്ട് ഞാൻ ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒരു 5 ഇവിടെ തന്നു. അതിൻ്റെ പാസീവ് എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. അത് നിങ്ങൾക്ക് തന്നെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാൻ സമയം നിങ്ങൾക്ക് എഴുതിയെടുക്കണമെങ്കിൽ, ഹീ പ്ലേസ് ഫുട്ബോൾ. ഹീ സബ്ജക്റ്റാണ്, പ്ലേസ് വെർബാണ്, ഫുട്ബോൾ ഓബ്ജക്റ്റാണ്. ഇപ്പോൾ ഓബ്ജക്റ്റ് ആദ്യം വരുന്നു, ഫുട്ബോൾ. ടു ബിയുടെ ഫോം ഫുട്ബോൾ തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ട് ടു ബിയുടെ ഫോം ഈസാണ്. അപ്പം ഫുട്ബോൾ ഈസ് പ്ലേഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലേഡ് ബൈ ഹിം. ഹീ എന്നുള്ളത് ഹിമാണ്. നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്. ദ കൗ ഈറ്റ്സ് ഗ്രാസ്. ദ കൗ സബ്ജക്റ്റാണ്, ഈറ്റ്സ് വെർബാണ്, അത് ട്രാൻസിറ്റീവ് വെർബാണ്, അതിൻ്റെ ഓബ്ജക്റ്റാണ് ഗ്രാസ്. അപ്പം നേരെ തിരിച്ചിടുമ്പം ഗ്രാസ് ഈസ്, ഗ്രാസ് സിംഗുലറാണ്. അപ്പോൾ ഗ്രാസ് ഈസ് ഈറ്റൺ ബൈ ദ കൗ എന്നായി. അല്ലെങ്കിൽ ടോം മൂവ്സ് ദ റോക്ക്. ഇപ്പം ടോം എന്നുള്ള സബ്ജക്റ്റാണ്, മൂവ്സ് എന്നുള്ള വെർബാണ്, ദ റോക്ക് എന്നുള്ളത് ഓബ്ജക്റ്റാണ്. ഇപ്പം ദ റോക്ക് ഈസ് മൂവ്ഡ് ബൈ. ദ മാൻ ക്യാരീസ് ദ ബർഡൻ. ദ മാൻ സബ്ജക്റ്റാണ്, ക്യാരീസ് വെർബാണ്, ദ ബർഡൻ എന്നുള്ളത് ഓബ്ജക്റ്റാണ്. ഓബ്ജക്റ്റ് ആദ്യം വരുമ്പോൾ ഇപ്പം എന്ത് ചെയ്യും? ദ ബർഡൻ സിംഗുലർ ആണ്, അതുകൊണ്ട് ഈസ് ക്യാരീഡ്, ക്യാരീഡ്, ക്യാരീഡ് ID by the man. Last student, people enjoy the film. The film people subject ആണ്, എൻജോയ് എന്നുള്ളത് വെർബാണ്, ഫിലിം എന്നുള്ളത് ഓബ്ജക്റ്റ് ആണ്. ഇപ്പോൾ ഓബ്ജക്റ്റ് ആദ്യം കൊണ്ടുവരിക. ഫിലിം സിംഗുലർ ആണ്, അതുകൊണ്ട് ഈസ് എൻജോയ്ഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതുപോലെ തന്നെ ബൈ ദ പീപ്പിൾ. മനസ്സിലായി? ഇനി ഒരു എക്സർസൈസ് ചെയ്യുക. നാളെ നമുക്കൊരു എക്സർസൈസ് ചെയ്യാം. പ്ലസ് നിങ്ങളൊരു ഗ്രാമർ ബുക്ക് ചെയ്യാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രാമർ ബുക്ക് നിങ്ങളുടെ ഉണ്ടാകുക, അതിൽ നിന്ന് എക്സാമ്പിൾ, അല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ ജനറേറ്റ് ദ സെയിം ഫ്രം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ChatGPT, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് കിട്ടും. അല്ലെങ്കിൽ തന്നെ പുതിയ വാക്ക് സെൻറ്റൻസുകളൊക്കെ ഗൂഗിളിൽ കിട്ടും. ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും, യൂട്യൂബ് സെർച്ച് ചെയ്താൽ കിട്ടും. ChatGPTയോട് കമാൻഡ് ചെയ്താൽ ChatGPT ഇഷ്ടംപോലെ നിങ്ങൾക്ക് എക്സാമ്പിൾ സെൻറ്റൻസ് തരും.
നിങ്ങൾക്കറിയാമല്ലോ എന്ത് ചെയ്യണമെന്നുള്ളത്. ChatGPT ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഒരു 10-15 സെൻറ്റൻസ് വേണം പാസീവ് വോയിസ് ആക്കാൻ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പാസീവ് വോയിസ് ആക്കാൻ ഒരു 50 സെൻറ്റൻസ് വേണമെന്ന് പറഞ്ഞാൽ ChatGPT എത്ര എണ്ണം വേണം നിങ്ങൾക്ക് അത്രയും അത് ജനറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് സുഖമായിട്ട് ഇരുന്ന് എഴുതാം. ഇതാണ് അതിൻ്റെ ബേസിസ്. ഓക്കെ, സോ ബൈ.